ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചൺ കബോർഡ്സിലും അതേപോലെ ബെഡ്റൂംസിലും ബാത്റൂമിലും എല്ലായിടത്തും കാണുന്നതാണ് പല്ലി. അന്നേരം പല്ലി വീട്ടിൽ വരാതിരിക്കാൻ, പല്ലിയുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള 4 ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 4 ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഈ പല്ലി നമ്മളെ കാണുമ്പോൾ നമ്മുടെ ദേഹത്തോട്ട് ചാടുന്നു, അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ലൈഫ്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വളരെ പേടിയുള്ളൊരു ഇൻസെക്റ്റ് കൂടിയാണ് ഈ പല്ലി. ആ പല്ലി വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മാർഗ്ഗം വെളുത്തുള്ളി കൊണ്ടുള്ളതാണ്. വെളുത്തുള്ളി നമ്മൾ ഇത് ഇങ്ങനെ എടുക്കുക, അതായത് തൊലിയോടുകൂടെ തന്നെ എടുക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റും. ഇതേപോലെ എടുക്കുക, എന്നിട്ട് ഒന്ന് ചതയ്ക്കുക. നമുക്ക് ചതയ്ക്കാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒരു പൾസ് ചെയ്താൽ മതി, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അതായത് പല്ലിക്ക് ഈ വെളുത്തുള്ളിയുടെ മണം ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതായത് എസ്പെഷ്യലി പല്ലി ഈ വെളുത്തുള്ളിയുടെ മണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തോട്ട് പോലും വരത്തില്ല, പെട്ടെന്ന് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു 1, 2, 3 ആഴ്ച ഈ ഒരു മാർഗ്ഗം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് തന്നെ പല്ലിയെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഈ ഒരു മാർഗ്ഗം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയിലാണ്, ഒരു സന്ധ്യ സമയത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ട്യൂബ് ലൈറ്റിൻ്റെ സൈഡിലിടാം, അതുപോലെ തന്നെ എല്ലാ കോർണറുകളിലും, മുറിയുടെ മൂലകളിൽ, അതുപോലെ കബോർഡ്സിൻ്റെ അകത്ത് എല്ലാ മൂലകളിലും ഇതിട്ട് കൊടുക്കുക. ഇത് വളരെ എഫക്റ്റീവാണ്. അതുമാത്രമല്ല, ഫോട്ടോ ഫ്രെയിംസിൻ്റെ പുറകിൽ, ട്യൂബ് ലൈറ്റിൻ്റെ സൈഡിൽ, കബോർഡ്സിൻ്റെ ബാക്ക് സൈഡിൽ ഒക്കെ നിങ്ങൾക്ക് ഇതിട്ട് കൊടുക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ വെളുത്തുള്ളിയുടെ ചതച്ചിട്ട് കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, വെളുത്തുള്ളിയുടെ മണം കൊണ്ട് പാറ്റായും വരത്തില്ല. പാറ്റായ്ക്കും വളരെ നല്ലതാണ്. പാറ്റ വരാതിരിക്കാനും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത്, അതായത് നമ്മൾ കർപ്പൂരം, അത് എല്ലാ കടകളിലും, മിക്ക കടകളിലും ഇത് വാങ്ങാൻ കിട്ടും. കർപ്പൂരം ഒരു 10 ഗ്രാം കർപ്പൂരം നിങ്ങൾ എടുക്കുക. ഇതേപോലെയുള്ള പാക്കറ്റുകളിലാണ് കർപ്പൂരം വരുന്നത്. ഇതൊരു 40 ഗ്രാമിൻ്റെ പായ്ക്കാണ്. ഇതിൽ നിന്നൊരു 10 ഗ്രാം കർപ്പൂരം നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് അന്നേരം ഞാൻ ഈ പാക്കറ്റ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന, വെള്ളത്തിൽ കലക്കുന്ന ഒരു മെത്തേഡാണ്. അന്നേരം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണം കൊണ്ട് പല്ലി, പാറ്റ, അതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാണികളിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടുന്നതാണ്. അതായത് ഇതിനെയെല്ലാം നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ പറ്റും ഈ ഒരു മെത്തേഡ്. ഓക്കെ, അന്നേരം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 10 ഗ്രാം നമ്മൾ കർപ്പൂരം എടുത്ത് നല്ലതുപോലെ പൊടിക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റണം. ഓക്കെ, അന്നേരം എല്ലാം ഒന്നും നല്ലപോലെ പൊടിഞ്ഞ് വരുന്നില്ല, എന്നാലും നല്ലപോലെ ഒന്ന് ശക്തമായിട്ട് ഇടിച്ച് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഓക്കെ, പൊടിച്ചെടുത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരുവിധം നല്ലപോലെ പൊടിച്ച് കിട്ടി, നല്ല ഫൈൻ പൗഡറായിട്ട്, അതായത് വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ആകത്തക്ക രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അളവ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 10 ഗ്രാം കർപ്പൂരം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ നമുക്ക് ലയിപ്പിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് കുലുക്കുക. അന്നേരം ഇത് വെള്ളത്തിൻ്റെ കൂടെ നല്ലതുപോലെ ഇരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്കിതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലതുപോലെ ഇതൊന്ന് ഷേക്ക് ചെയ്യണം. ഇത് നമ്മൾ നല്ലതുപോലെ ഇത് വെള്ളത്തിൽ ലയിച്ച് കിട്ടണം, എന്നിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു നല്ല മണമാണ്, കർപ്പൂരത്തിൻ്റെ മണം എല്ലാവർക്കും അറിയാമല്ലോ. നല്ലൊരു സ്ട്രോങ് സ്മെല്ലാണ് നമ്മുടെ ഈ കർപ്പൂരത്തിന്. അതിനുശേഷം നമ്മളിത് കബോർഡ്സിൻ്റെ പുറകിൽ, ഉള്ളിലും കബോർഡ്സിൻ്റെ അകത്ത് നമ്മൾ സ്പ്രേ ചെയ്താലും ഒരു കുഴപ്പവുമില്ല. അതുപോലെ കിച്ചൺ നമ്മൾ വേസ്റ്റ് ബിന്നിൻ്റെ ചുറ്റും, അതുപോലെ തന്നെ ബാത്റൂമിൽ എല്ലായിടത്തും നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റും. ഒരു ഹാംഫുള്ളും ഉള്ള ഒരു വിഷമോ ഒന്നുമല്ല, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്.
കിച്ചണിലും എല്ലായിടത്തും നിങ്ങൾക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ്. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് ഇത് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ. എന്തുമാത്രമാണ് പല്ലിയുടെ ശല്യം നിങ്ങൾക്കുള്ളത് അതിനനുസരിച്ച് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം പല്ലി, പാറ്റ, പുഴു അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ അടുത്തൊരു മെത്തേഡാണ്, നമ്മളെല്ലാവരും മുട്ട യൂസ് ചെയ്യുന്നതാണല്ലോ. ഈ മുട്ടയുടെ മണം ഒട്ടും പിടിക്കത്തില്ല. അന്നേരം ആ മുട്ടയുടെ തോടൊക്കെ ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ, കിച്ചണിലൊക്കെ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു രൂക്ഷഗന്ധം കൊണ്ട് പല്ലി ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം, നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഐസ് കോൾഡ് വാട്ടർ നമ്മുടെ പല്ലിയുടെ നേരെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചത്തുപോകും. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.